ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിനോദ് കരുവാരക്കുണ്ട് അവറുകൾ, ഈ പരിപാടിയിൽ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുള്ള ശ്രീ മോഹൻ കുന്നുമേൽ സർ, വേദിയിലിരിക്കുന്ന ഇഗ്നോയുടെ സീനിയർ റീജിയണൽ ഡയറക്ടർ ശ്രീ എം രാജേഷ്, സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ അരുൺ കുമാർ, പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ സജിത്ത്, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പായിട്ട് ഏതാണ്ട് 5 വർഷത്തോളം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 5 വർഷത്തോളമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം നമുക്ക് സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ ഈ 2020 സമർപ്പിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ 2018 അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പോളിസി സബ്മിറ്റ് ചെയ്യപ്പെടുകയും ആ ഡ്രാഫ്റ്റ് പോളിസിയെ സംബന്ധിക്കുന്ന ധാരാളം ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പലപ്പോഴും അക്കാദമിക വേദികളിൽ സംസാരിക്കാറുള്ളതുകൊണ്ട് ഈ ഒരു ഇത്തരത്തിലുള്ള പൊതുസമ്മേളനങ്ങളിൽ സംസാരിച്ച് കുറച്ചൊരു പരിചയക്കുറവുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അക്കാദമിക വേദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച തുടങ്ങി വയ്ക്കുകയായിരിക്കും ഇവിടെ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിദ്യാഭ്യാസ നയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാത് ഗവൺമെൻറ്റുകൾ, അത് ഏത് രാജ്യത്തിലായാലും ശരി, ഗവൺമെൻറ്റുകൾ, നമ്മളുടെ ഇന്ത്യയിൽ മാത്രമല്ല, US-ലും വിദ്യാഭ്യാസ നയമുണ്ട്, യുണൈറ്റഡ് കിങ്ഡത്തിന് വിദ്യാഭ്യാസ നയങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ നയങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതിക്കനുസരിച്ചിട്ട് രാഷ്ട്രത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള ദിശാബോധം നൽകുന്ന ഒരു മാർഗനിർദ്ദേശ സൂചിക എന്നൊക്കെ പറയാവുന്ന ഒരു ആശയത്തിനെയാണ് സാധാരണ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി, ആ വിദ്യാഭ്യാസ പദ്ധതി എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ചെന്നെത്തിക്കുന്നതിനുള്ള വിദ്യാഭ്യാസം ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്ന ഒരു മാർഗരേഖയാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 1964-66 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള ശ്രീ കോഠാരിയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അദ്ദേഹമാണ് ആദ്യമായിട്ട് നമുക്കൊരു വിദ്യാഭ്യാസ നയം വേണം എന്ന ആശയം മുൻപോട്ട് വെച്ചത്. അപ്പോൾ 64-66 കോഠാരി കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ഒരു വിദ്യാഭ്യാസ നയം ദേശീയ തലത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളത്. എന്താണ് നമുക്ക് വിദ്യാഭ്യാസം എന്ന് കൃത്യമായി നിർവചിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്ന് അന്ന് കോഠാരിയുടെ കമ്മീഷൻ റിപ്പോർട്ടിൽ JP നായിക് അടക്കമുള്ള വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. ഇതിനൊരു ചെറിയ ചരിത്ര പശ്ചാത്തലം കൂടെയുണ്ട്. 1947 നമ്മളെല്ലാം സ്വാതന്ത്ര്യം നേടിയത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 47 ഒരു രാഷ്ട്രം പുതുതായി ആരംഭിക്കുകയാണ്. അപ്പോൾ അതുവരെ ബ്രിട്ടീഷ് കൊളോണിയൽ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു രാഷ്ട്രമായിരുന്നു. ഈ കൊളോണിയൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ഒരു പൗരസമൂഹം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്നുള്ള, അതിനെ രാഷ്ട്രം എന്ന് പറയാൻ സാധിക്കും, ഒരു കോളനി മാത്രമായിരുന്നു അത്. 1947 നമ്മൾ പുതുതായി ഒരു 1 എന്നൊരു അക്ഷരം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാമതായിട്ടൊരു കാൽവയ്പ് നടത്തുമ്പോൾ, സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ അടിത്തറ തയ്യാറാക്കേണ്ട വർഷമാണ് 1947, 48, 49 കാലഘട്ടം എന്ന് പറയുന്നത്. വളരെ വൈരുദ്ധ്യാത്മകം എന്ന് പറയട്ടെ, നമ്മുടെ 1947 പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു വിദ്യാഭ്യാസ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ കമ്മിറ്റിയുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവും. ആ കമ്മിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രം സ്വതന്ത്രമായതിനു ശേഷം ആദ്യം വിഭാവനം ചെയ്തത് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ നമ്മൾ സാധാരണ പറയാറുള്ളത് പ്രൈമറി, പിന്നെ ലോവർ പ്രൈമറി അല്ലെങ്കിൽ അപ്പർ പ്രൈമറി, സ്കൂൾ, അങ്ങനെ മുകളിലേക്ക് പോകുന്നതാണല്ലോ നമ്മൾ വിചാരിക്കും. അങ്ങനെയാണല്ലോ അടിത്തറ കിട്ടി മുകളിലേക്ക് പോകാമെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പം പോയത് നേരെ തിരിച്ചാണ്, മുകളിൽ നിന്ന് താഴേക്ക് വരാം എന്നാണ് ധരിച്ചത്. അവിടെ തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട വീഴ്ച ഒരു വിദ്യാഭ്യാസ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഇതായിട്ട് ഞാൻ ആലോചിക്കുക. ഞാൻ എൻ്റെ പല ലേഖനങ്ങളിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രം ആദ്യമായി രൂപവൽക്കരിക്കുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ
യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ ആയത് എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വിദ്യാഭ്യാസ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ ഇപ്പോഴും വലിയൊരു അതിശയം തന്നെയാണ്. അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന് യാതൊരുവിധ പ്രാധാന്യവും സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള വലിയ പ്രാധാന്യവും ഒന്നും ആ കാലഘട്ടങ്ങളിൽ ലഭ്യമായിരുന്നില്ല. പിന്നീട് അതിനോടുള്ള ഒരു പ്രായച്ചിത്തം എന്നുള്ള നിലയിലാണ് പിന്നീട് 86-ൽ അല്ലെങ്കിൽ 87-ലും ഒക്കെ നമ്മുടെ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് ആശയമൊക്കെ വരുന്നത്. ഓർക്കണം, 47-ൽ നമ്മളുടെ ടോട്ടൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ ആ സ്കൂളിൽ പോകാൻ യോഗ്യതയുള്ള ജനസംഖ്യയുടെ, അതായത് 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള 1-ാം ക്ലാസ്സിനും 10-ാം ക്ലാസ്സിനും ഇടയിൽ സ്കൂളിൽ പോകേണ്ടുന്ന വിദ്യാർത്ഥികളുടെ പ്രായപരിധി എടുത്താൽ ആ പ്രായപരിധിയിലുള്ള ജനസംഖ്യയുടെ കുട്ടികളുടെ മൊത്തം എണ്ണത്തിൻ്റെ 14% പോലും സ്കൂളിലെത്താത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആദ്യത്തെ കമ്മീഷൻ രൂപവൽക്കരിച്ചത് എന്നുള്ളൊരു വലിയ വൈരുദ്ധ്യം നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നു എന്ന് ആദ്യം നേരിട്ടല്ല, വളരെ ഇൻഡയറക്റ്റായിട്ട് പരോക്ഷമായിട്ട് നമ്മളുടെ മുൻപിലേക്ക് വിളിച്ചു പറഞ്ഞ കമ്മീഷൻ JP നായക്കും ശ്രീ കോഠാരിയും അടങ്ങുന്ന കമ്മീഷനാണ്. അപ്പോൾ ഈ കോഠാരി കമ്മീഷൻ മുൻപോട്ട് വെച്ചത് നമുക്ക് രാഷ്ട്രത്തിന് ഒരു സ്വതന്ത്രമായി കഴിഞ്ഞ 20-28 വർഷമായിട്ടും 25 വർഷമായിട്ടും നമുക്കൊരു നയം വേണ്ടേ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു നയം വേണ്ടേ? ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്മീഷനുകളെ അപ്പോയിന്റ് ചെയ്ത് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നതിൽ എത്രമാത്രം എന്താ പറയുന്നത് യുക്തിയുണ്ട് എന്ന് ചോദിച്ചത് കോഠാരി തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം കമ്മീഷൻ്റെ യുക്തിയെ തന്നെ അദ്ദേഹം ആ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കോഠാരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് 66-ൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് 68-ൽ ആദ്യത്തെ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിച്ചത്. ഈ 68-ലെ വിദ്യാഭ്യാസ നയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ തയ്യാറാക്കിയവരാരാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ചരിത്രപരമായ ചില പഠനങ്ങളുടെ ഭാഗമായിട്ട് നടത്തേണ്ടത്. വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നും ഡോക്യുമെൻറ്റേഷനൊന്നും ഇന്ത്യയിൽ ഇല്ല. മറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഡൽഹിയിലെ സെക്രട്ടേറിയറ്റിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ കുറച്ച് IASകാരും സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറിമാരും ഡെപ്യൂട്ടി സെക്രട്ടറിമാരും എല്ലാവരും കൂടെ ഇരുന്ന് തയ്യാറാക്കിയ ഒരു 15 പേജാണ്, ഏതാണ്ട് 10 പേജിനും 15 പേജിനും ഇടയിൽ വരുന്ന ഒരു രേഖയാണ് 68-ലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം. ഇതിനെയാണ് നമ്മൾ ആദ്യത്തെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസ വിദഗ്ധരുടെ ഒന്നും വലിയ കാര്യമായ സ്വാധീനമൊന്നുമില്ല. അത് ചിലപ്പം അനൗപചാരികമായിട്ട് ആരെങ്കിലും കൊടുത്ത് വായിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർന്നോ ഓർഡർന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് ചുരുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ 68-ലെ വിദ്യാഭ്യാസ നയം കോഠാരി കമ്മീഷൻ മുൻപോട്ട് വെച്ച നയങ്ങളുടെ ആശയങ്ങളുടെ നിർദ്ദേശങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ അതിനൊരു കൃത്യമായ വിദ്യാഭ്യാസ നയം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും വലിയ കാര്യമായ സംശയമുണ്ട്. അതിനുശേഷമാണ് വീണ്ടും 68-ന് ശേഷം 86-ൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ വരുന്നു, വിദ്യാഭ്യാസ നയം വരുന്നു. 86-ൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കുന്നു. ഈ 68-ലെ വിദ്യാഭ്യാസ നയത്തിന് വേറൊരു വലിയ പ്രശ്നം കൂടെ ഉണ്ടായി. 68-ലെ വിദ്യാഭ്യാസ നയത്തിലാണ് ആദ്യമായിട്ട് കോഠാരി കമ്മീഷനിൽ പറഞ്ഞ നിർദ്ദേശം തന്നെയാണ് 3 ലാംഗ്വേജ് പോളിസി. കുറച്ചു മുമ്പേ വിനോദ് മാഷ് പറഞ്ഞതുപോലെ 3 ലാംഗ്വേജ് പോളിസി അതിൽ മുൻപോട്ട് വെച്ചു. 68-ൽ ആ പോളിസിയിൽ 3 ലാംഗ്വേജ് പോളിസി മുൻപോട്ട് വെച്ചപ്പോഴാണ് നമ്മുടെ തമിഴ്നാട്ടിൽ അണ്ണാരാജ കരുണാനിധിയുടെ സീനിയറായിട്ടുള്ള അണ്ണാരാജ അത് വലിയ സീരിയസ് ഇഷ്യൂ ആക്കി എടുക്കുകയും അങ്ങനെ തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കില്ല എന്നുള്ള വലിയൊരു വാദം മുൻപോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ മുൻപോട്ട് വെച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയ തമിഴ് മൂവ്മെൻ്റ് ഉണ്ടാവുന്നു. അതായത് തമിഴ് സ്വത്വവാദ മൂവ്മെൻറ്റുകൾ പ്രസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ DMK വലിയ നേട്ടം തമിഴ്നാട്ടിൽ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കേന്ദ്രീയ വിദ്യാലയങ്ങൾ അനുവദിക്കാൻ സമ്മതിക്കില്ല, അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങൾ അനുവദിക്കാൻ സമ്മതിക്കില്ല, ഹിന്ദി സ്കൂളിൽ പഠിപ്പിക്കില്ല, ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തമിഴ്നാട്ടിലെടുത്തു. ഇതിന് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു പ്രത്യാഘാതം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമായിരുന്നു. സ്റ്റേറ്റിൻ്റെ അധികാരമായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷേ കരുണാനിധിയുടെ സീനിയർ ആയിട്ടുള്ള അണ്ണാരാജയും കൂടെ ഈ തമിഴ് മൂവ്മെൻറ്റ് നടത്തിയതോടുകൂടി എന്തു പറ്റിയെന്ന് വിചാരിച്ചാൽ ഇന്ദിരാഗാന്ധി അതിൻ്റെ അകത്ത് വലിയൊരു അപകടം വളർത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കാരണം പറ്റില്ല. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി 68-ന് ശേഷം ചരിത്രപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് നടത്തി സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ മാത്രമായിരുന്ന വിദ്യാഭ്യാസത്തെ
കൺകറന്റ് ലിസ്റ്റിലെ സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും സംയുക്തമായിട്ടുള്ള അധികാര പരിധിയിലേക്ക് ഇന്ദിരാഗാന്ധി ഭരണഘടനാ പരിഷ്കരണം നടത്തി മാറ്റിയത് ഈ 68-ലെ വിദ്യാഭ്യാസ ബില്ലിൻ്റെ ഒരു പ്രത്യാഘാതം. അതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് 68-ലെ ബില്ലിനെ കുറിച്ച് നയത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത്. പിന്നീട് 86-ലെ വിദ്യാഭ്യാസ നയം വരികയുണ്ടായി. 86-ലെ വിദ്യാഭ്യാസ നയത്തിൽ വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുൻപോട്ട് വെച്ചു. അവിടെയാണ് അവരാദ്യം ചൂണ്ടിക്കാണിച്ച് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ അത്യാവശ്യം ശ്രദ്ധയെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പ്രൈമറി വിദ്യാഭ്യാസത്തിലും സ്കൂൾ വിദ്യാഭ്യാസത്തിലും നമ്മൾ അൻപേ പരാജയപ്പെട്ടിരിക്കുന്നു, നമുക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വലിയ വിളിച്ചു പറയൽ 86-ലെ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ പ്രായശ്ചിത്തം ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പോലെയുള്ള വലിയ സ്കീമുകൾ വരുന്നത്. അതായത് പ്രൈമറി സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്, കെട്ടിടം കെട്ടാൻ വേണ്ടിയിട്ട്, ഫർണിച്ചർ വാങ്ങാൻ വേണ്ടിയിട്ട്, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ ഫണ്ട് 1986-ലെ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വയ്ക്കുകയും അതുപോലെ കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ അടക്കമുള്ള ധാരാളം നിർദ്ദേശങ്ങൾ ഈ 86-ലെ വിദ്യാഭ്യാസ നയമാണ് മുൻപോട്ട് വെച്ചത്. പക്ഷേ 86-ലെ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വെച്ചപ്പോൾ വീണ്ടും ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഇതിലെ പല കാര്യങ്ങളും എങ്ങനെ നടപ്പാക്കണം, എന്താണ് എന്ന് പോലും അന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? 86-ലെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടി ഒരു അഡീഷണൽ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. അതാണ് ആചാര്യ രാമമൂർത്തിയുടെ നേതൃത്വത്തിൽ 92-ൽ വേറൊരു കമ്മിറ്റി വന്നു. അതിൻ്റെ പേരാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഓഫ് 1986 എന്നുള്ള പേരിൽ മുൻപോട്ട് വന്നു. അപ്പോൾ അങ്ങനെ 1992-ലാണ് യഥാർത്ഥത്തിൽ 86-ലെ പോളിസി നടപ്പിലായത്. അതായത് 6 വർഷം പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്ത് 6 വർഷത്തിന് ശേഷമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ പോളിസി എന്താണെന്ന് രാജ്യത്തുള്ള ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം എന്നുള്ളത്. ഇവിടെ എന്നോട് ഈ 2020-ലെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കപ്പെട്ടു, രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചൊരു സംശയമുണ്ട്. ഇത് നടപ്പാക്കേണ്ടത് നിർബന്ധമാണോ? നമ്മളെ കേരളത്തിൽ നടപ്പാക്കിയില്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചോദ്യം പലപ്പോഴും പല വശങ്ങളിൽ നിന്ന് ആൾക്കാർ ചോദിക്കേണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള ഒരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതുകയാണ്. ദ ഡയലക്റ്റിക്സ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് ആൻഡ് നോട്ട് ഇംപ്ലിമെൻറ്റിങ് NEP 2020 എന്നുള്ള രീതിയിൽ എന്നുള്ള തലക്കെട്ടിലൊരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഈ വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ വിദ്യാഭ്യാസ നയം, രാഷ്ട്രം ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കിയാൽ അത് നടപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണോ എന്നുള്ള ഒരു വലിയ സംശയം ഒത്തിരി ആൾക്കാരുടെ ഉണ്ട്. നമ്മുടെ ചരിത്രം കാണിച്ചു തരുന്നത് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ പല സമയങ്ങളിലും ഇത് അറിയാതെ തന്നെ നമ്മൾ ഫോർമലായിട്ടുള്ള നിർബന്ധമില്ല നടപ്പാക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് 1986 പോളിസിയിലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു, കേരളത്തിൻ്റെ തന്നെ ഉദാഹരണം എടുത്ത് പറയാം. 1986 പോളിസിയിലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഓപ്പൺ സർവകലാശാല തുടങ്ങണം. അതായത് വിദൂര വിദ്യാഭ്യാസ സർവകലാശാല എല്ലാ സംസ്ഥാനങ്ങളും തുടങ്ങണം എന്നുള്ളത് 1986 പോളിസിയുടെ ഒരു കർശന നിർദ്ദേശമായിരുന്നു. പക്ഷേ കേരളത്തിൽ ഏത് വർഷമാണ് വിദൂര വിദ്യാഭ്യാസ സർവകലാശാല തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആകെപ്പാടെ 3 വർഷമേ ആയിട്ടുള്ളൂ. 1986 പോളിസി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2020 പോളിസി വന്നതിനോട് അടുത്താണ് നമ്മുടെ കേരളത്തിൽ വിദൂര വിദ്യാഭ്യാസ സർവകലാശാല വന്നത്. അപ്പോൾ കേരളം ആ വിദൂര വിദ്യാഭ്യാസ സർവകലാശാല എന്ന് പറയുന്ന ആശയം നടപ്പാക്കിയിട്ടില്ല. ഇനി രണ്ടാമത് 86-ലെ പോളിസി കൊണ്ടുവന്നത് തന്നെ കോൺഗ്രസ് ഗവൺമെൻറ് രാജീവ് ഗാന്ധിയുടെ സമയത്താണ് ആ പോളിസി വന്നത്. 86-ലെ പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ദേശീയ തലത്തിൽ പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു കേന്ദ്രീകൃത ഏജൻസി എന്ന് പറയുന്ന ആശയം. ദേശീയ തലത്തിൽ പരീക്ഷ നടത്താൻ ഒരു കേന്ദ്രീകൃത ഏജൻസി വേണം എന്നുള്ളതായിരുന്നു ആശയം. ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നാണ് അവർ വിഭാവനം ചെയ്തിരുന്നത്. അത് കോൺഗ്രസ് ഗവൺമെൻറ് എത്രയോ വർഷം അതിനുശേഷം ഭരിച്ചിട്ടും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് നമ്മൾ നടപ്പാക്കണം എന്ന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അത് മറന്നുപോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ വീഴ്ച വരുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ട്. എന്നാൽ അതിനുശേഷം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിന്നീട് വരുന്നത് വളരെ അടുത്ത കാലത്താണ്, നമുക്കറിയാവുന്ന കാര്യം. 2018-2019 കാലഘട്ടത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നടപ്പിലാക്കാൻ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലൊരു നിർബന്ധമൊന്നും സംസ്ഥാനങ്ങളുടെ മേലില്ല. കാരണം കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഐറ്റമാണ്. നടപ്പിലാക്കുകയോ നടപ്പിലാക്കാതിരിക്കുകയോ ഒക്കെ യുക്തമായിട്ടുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ 2020 വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 2020 വിദ്യാഭ്യാസ നയം ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത് വഴി സംസ്ഥാനങ്ങളെ
ഭൗതികമായ ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡയറക്ഷൻസിലൂടെയോ നടപ്പാക്കുന്നതിന് പകരം മറ്റു രീതികളിലൂടെ നടപ്പാക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് NEP 2020 ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇത് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ പിന്നെ എന്താ പറയുന്നത്, സജസ്റ്റീവ് ആയിട്ടുള്ള പോളിസികളും പിന്നെ അല്ലാതെ ഡയറക്റ്റീവ് ആയിട്ടുള്ള പോളിസികളും എന്ന് നമുക്ക് നിർദ്ദേശങ്ങളും നമുക്ക് വേണേൽ രണ്ടായിട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ NEP 2020 കുറച്ച് കപ്പിയും കയറുകളും ഉണ്ട്. ഈ കപ്പിയും കയറും ഉപയോഗിച്ചിട്ട് നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിലെ ചില നിർബന്ധ ബുദ്ധികളെ ഇതിലേക്ക് വലിച്ചെടുപ്പിക്കാൻ സാധിക്കുന്നത്. കപ്പിയും കയറിട്ട് നമുക്ക് വെള്ളം കോരാമെന്ന് പറയുന്നത് പോലെ ഈ ചില പുള്ളിങ് സ്ട്രിങ്സ് ഉണ്ട്. ഈ പുള്ളിങ് സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ട് സംസ്ഥാനങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങൾ കേരളത്തിൽ ധാരാളം നടന്നു കഴിഞ്ഞു. കാരണം ഈ കേരളമാണ് NEP 2020 വന്നതിന് ശേഷം ആദ്യം പറഞ്ഞത്, ഞങ്ങൾ സംസ്ഥാനം ഒരു പ്രത്യേക വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. പുതിയ കേരളത്തിൽ സംസ്ഥാന നാഷണൽ വിദ്യാഭ്യാസ നയത്തിന് ബദലായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ സംസ്ഥാന വിദ്യാഭ്യാസ നയം എന്ന പേരിലൊന്നും നടപ്പാക്കിയില്ല. മറിച്ച് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആദ്യം എനിക്ക് തോന്നുന്നത് പ്രഭാത് പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. പ്രഭാത് പട്നായിക്കിൻ്റെ കമ്മിറ്റിയുടെ വിശദാംശം അത് NEP കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം രണ്ടാമത് ശ്യാം ബി മേനോൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധനെ നിയോഗിച്ചുകൊണ്ടൊരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ശ്യാം സാറിൻ്റെ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇവർ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ബദൽ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റാവുന്നത്. അത് അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, റിഫോംസ് കമ്മിറ്റി എന്ന് മാത്രമാണ് അതിൻ്റെ പേരുള്ളത്. അപ്പോൾ ഈ കമ്മിറ്റി എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പല നിർദ്ദേശങ്ങളെയും എടുത്തിട്ട് കേരളത്തിൻ്റെ രീതിയിലേക്ക് ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അത് നമുക്ക് നടപ്പാക്കാം എന്ന് പറയും. അതായത് ഒന്നാമത്തെ ഒരു നിസ്സാര ഉദാഹരണം പറയുകയാണെങ്കിൽ 4 വർഷ ബിരുദങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കണം എന്ന് ദേശീയ വിദ്യാഭ്യാസ നയം പറയണു. അപ്പോൾ കേരളം പറഞ്ഞു, ഞങ്ങളുടെ പോളിസി, ഞങ്ങൾ സെൻട്രൽ പോളിസി നടപ്പാക്കൂല, ഞങ്ങളുടെ പോളിസി നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ശ്യാം സാറിനെ അപ്പോയിന്റ് ചെയ്ത് കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അവർ പറഞ്ഞു 4 വർഷം ഡിഗ്രി തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്ന ഡിഗ്രി ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഡിഗ്രിയല്ല, മറിച്ച് കേരള വിദ്യാഭ്യാസത്തിൻ്റെ ഡിഗ്രിയാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഈ കേരള അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയും പറഞ്ഞു 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങി. അങ്ങനെ കേരളത്തിൽ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ അതിനുശേഷം അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ തലത്തിൽ സ്കൂൾ സ്ട്രക്ചർ മാറ്റുക. ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, നമ്മളൊക്കെ പണ്ട് പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇനി തൊട്ട് ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്നായിട്ട് മാറും. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ നടപ്പാക്കില്ല എന്നൊക്കെ തന്നെയാണ് കേരളത്തിൽ ഉള്ള ചർച്ചകൾ പ്രധാനമായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം, ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലൊരു ചെറിയ ചർച്ചയുണ്ടായി. കേരളം PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്നുള്ളതാണ്. സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അതാണ് SRI, സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. NEP 2020 നടപ്പാക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് PM ശ്രീ പദ്ധതി 2022. അപ്പോൾ അതിൽ മറ്റൊന്നുമല്ല, ദേശീയ വിദ്യാഭ്യാസ നയമാണ് PM ശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. അത് 1-2 രൂപയല്ല, 24,000 കോടി രൂപ, അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, 24,000 കോടി രൂപയുടെ പദ്ധതിയാണത്. അതിൽ കേരളത്തിലെ മൊത്തം ഇന്ത്യയിലെ 14,000 സ്കൂളുകളെ PM ശ്രീ പദ്ധതിയിൽ സ്പെഷ്യൽ സ്കൂളുകളായിട്ട് ഉൾപ്പെടുത്തി ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിലെ മൊത്തം സ്കൂളുകൾ നോക്കുമ്പോൾ 300 സ്കൂളുകളോളം PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം 300 സ്കൂളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ മിനിമം എങ്ങനെ പോയാലും ഒരു 5,000 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ട ഗ്രാൻഡാണ് ഈ PM ശ്രീ പദ്ധതി വഴി നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കേരളം NEP നടപ്പാക്കൂല എന്ന് പറഞ്ഞാൽ ഈ 5,000 കോടി രൂപ ചോദിക്കാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് അതിൻ്റെ സാമാന്യ യുക്തി എന്ന് പറയുന്നത്. പക്ഷേ കേരളം പിന്നീട് ഇപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം NEP ഇത് നിർബന്ധമായിട്ട് നടപ്പാക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് പഴയ ഒരു സിനിമയിൽ ഈ ജഗദീഷ് ഒരു വീട്ടിൽ അമ്മയോട് പിണങ്ങി വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് കഴിക്കാൻ വിളിച്ചു, മോനെ വട വന്ന് കഴിക്കടാ എന്ന് പറഞ്ഞപ്പോഴത്തേനും ജഗദീഷ് പിണങ്ങിയിരിക്കുകയാണ്. അമ്മയോട് ചോദിച്ചു, വളരെ ദേഷ്യത്തിൽ ചോദിച്ചു, കഴിക്കാൻ മോരുകറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല മോരുകറി ഇല്ല, വേണേ വന്ന് കഴിച്ചാൽ മതി പറഞ്ഞു. മോരുകറി ഇല്ലെങ്കിൽ കുറച്ച് കഴിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് വീടിൻ്റെ അകത്തേക്ക് കയറി വന്ന് കുറച്ച് ചോറുണ്ടെന്ന ഒരു ചിത്രമുണ്ട്.
ഈ അവസ്ഥയാണ് നമ്മുടെ കേരളം NEP-യുടെ നടപ്പാക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം പിണങ്ങിയിരിക്കുക, അതിനുശേഷം ചോദിക്കുക ഞങ്ങൾ പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് ചോദിക്കുക, ഇല്ലെന്ന് പറയാം, എന്നാൽ നമ്മൾ നടപ്പാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് നടപ്പാക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പുള്ളിങ് സ്ട്രിങ്സ് എന്ന് ഞാൻ പറഞ്ഞത് അതിലൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു പുള്ളിങ് സ്ട്രിങ് ആണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പല തരത്തിലുള്ള പുള്ളിങ് സ്ട്രിങ്സുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നാക്, നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കമ്മീഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, ഈ 2 ഏജൻസികളാണ് ഗുണനിലവാരം അളക്കുന്നതും ഗ്രേഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏജൻസികളാണ്. ഇപ്പോൾ കേരള സർവകലാശാല ഉദാഹരണമായിട്ട് NEP-യിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് നടപ്പാക്കുക എന്നുള്ളത്. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയണേ ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ആശയത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും രജിസ്റ്റർ ചെയ്യണം എന്ന് NEP പറയുന്നുണ്ട്. NEP-യുടെ നിർദ്ദേശമാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്നുള്ളതിൽ. അപ്പോൾ കേരളം പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കും എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ABC-യുടെ വെബ്സൈറ്റിൽ കയറി നോക്കി. അതായത് ഇവിടെ വിവാദം മൂത്ത് നിൽക്കുന്ന സമയമാണ്. ഈവൻ ശ്യാം സാറിൻ്റെ കമ്മീഷൻ വരുന്നതിന് പോലും മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ ABC-യുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓൾറെഡി ABC-യിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി നമ്മുടെ സംസ്ഥാന സർവകലാശാലയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ചെയ്ത് കഴിഞ്ഞു, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചെയ്ത് കഴിഞ്ഞു. ഒരുമാതിരി എല്ലാ യൂണിവേഴ്സിറ്റികളും അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവിടെ വേറൊരു സൈഡിൽ കൂടെ പറയും നമ്മൾ നടപ്പാക്കില്ല എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് ഇവിടെ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു മാർഗ്ഗമാണ്. അതായത് നടപ്പാക്കിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നാക്ക് വന്നാൽ ഗ്രേഡിങ് കിട്ടൂല, NIRF വന്നാൽ ഗ്രേഡിങ് നഷ്ടപ്പെടും. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ പണം വേണമെങ്കിൽ ഇതൊക്കെ നടപ്പാക്കിയേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ വന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് നടപ്പാക്കാതിരിക്കാം, അതുകൊണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് ഇരിക്കുമ്പോൾ പോലും സംസ്ഥാനങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെ, ഇതിന് രണ്ടാമത്തെ ഉദാഹരണമാണ് കർണാടക കുറച്ചും കൂടെ ഒരു കടന്ന കയ്യിലായിട്ട് ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കും, സംസ്ഥാന വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കും എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് വളരെ വിപുലമായിട്ടുള്ള കുറച്ച് കമ്മിറ്റികൾ, സബ് കമ്മിറ്റികളും ഒക്കെ ആയിട്ട് രൂപീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് കർണാടക ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ നിന്നൊരു വിളി വന്നു. എന്നോട് ചോദിച്ചു ഞങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിൽ 1-2 കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാമോ, ഒന്ന് ഇരിക്കാമോ എന്ന്. ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതിപ്പം ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞു. അത് ആദ്യത്തെ കമ്മിറ്റിയിൽ ഇരുന്ന് അതിൻ്റെ മിനിറ്റ്സ് വന്നപ്പോൾ തന്നെ ഞാൻ ആ മിനിറ്റ്സിൽ കുറച്ച് വിയോജനങ്ങൾ രേഖപ്പെടുത്തി. ആ മിനിറ്റ്സ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തിരുന്നു. വിയോജിപ്പ് രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള ഒരു കമ്മിറ്റിയിലും പിന്നെ എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കൊരു കമ്മിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കമ്മിറ്റിയുടെ തീരുമാനങ്ങളോട് വിയോജിക്കുക എന്നത്. പിന്നെ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല അതിൻ്റെ പേരിൽ. അത് വളരെ മാന്യമായിട്ടുള്ളൊരു നയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അവർ ഒരു നയം മുൻപോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ പുതിയതായിട്ട് മുന്നോട്ട് വെച്ച നയം എന്തായാലും ഫൈനൽ അവർ ആ ഡ്രാഫ്റ്റ് അയച്ചപ്പോൾ അതിൻ്റെ അകത്തെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിന് കോപ്പി എനിക്കും കിട്ടിയിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശ്യാം സാറിൻ്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളം എന്താണോ ചെയ്തത് അതുപോലെ തന്നെ NEP-യിലെ നിർദ്ദേശങ്ങളെ എടുത്തിട്ട് 4 വർഷ വിദ്യാഭ്യാസം, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച 4 വർഷമല്ല, ഇത് ഞങ്ങളുടേത് വേറെ 4 വർഷമാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പുതിയ ഒരു കമ്മീഷനെ കൊണ്ട് പറയിപ്പിക്കുക, എന്നിട്ട് NEP പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ NEP നടപ്പാക്കിയിട്ടില്ല, പക്ഷേ NEP പറഞ്ഞ ആശയങ്ങളെല്ലാം നടപ്പാകുന്ന ഒരവസ്ഥ സംജാതമാകുന്ന ഒരു കാര്യമുണ്ടാകും. ഇത് യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിൽ സ്കൂൾ തലത്തിലെ കാര്യം എടുത്തു നോക്കാം നമുക്ക്. സ്കൂൾ തലത്തിൽ കേരളത്തിൽ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പാക്കില്ല എന്നാണ്, അല്ലെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം PM ശ്രീ പദ്ധതിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കേരളം നടപ്പാക്കാൻ പോവുകയാണ്. രണ്ടാമത് ഇനി സ്കൂളുകളിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന, എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പഠിച്ച ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്കൂള്, അപ്പർ പ്രൈമറി, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഇത് മാറാൻ പോവുകയാണ്. NEP 2020 അനുസരിച്ചിട്ട് അത് ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, പിന്നെ മിഡിൽ, സെക്കൻഡറി ഇങ്ങനെ മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നടപ്പാക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഒരു സംസ്ഥാനം, സംസ്ഥാനം, അത് കേരളമല്ല ഏത് എങ്കിലും ഒരു സംസ്ഥാനം നടപ്പാക്കുന്നില്ല എന്ന് വിചാരിക്കുക. നടപ്പാക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സാധാരണഗതിയിൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും IIT-കളിലും IIM-കളിലും ഐസർ, അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, എയിംസ്, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ +2 കഴിഞ്ഞ് വരുന്ന പിള്ളേരോട് നമ്മൾ ചോദിക്കും. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇപ്പോൾ
10+2 പാസ്സായിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. 10+2 എന്നുള്ളതാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റം. ഇപ്പം 10+2 അടുത്ത ഈ NEP ഈ സ്കൂൾ സ്ട്രക്ചറിലെ ചേഞ്ചസ് കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എയിംസിൻ്റെ എൻട്രൻസ് എഴുതി അല്ലെങ്കിൽ IITയുടെ എൻട്രൻസ് എഴുതി വളരെ ഉയർന്ന മാർക്ക് വാങ്ങി ഒരു കുട്ടി അഡ്മിഷന് വേണ്ടി എയിംസ് ഡൽഹിയിൽ ചെല്ലുമ്പോഴാണ് ചോദിക്കുന്നത്, അവർ ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി ലെവൽ പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയുകയാണ് ഇല്ല, ഞങ്ങൾക്ക് ഫൗണ്ടേഷനും പ്രിപ്പറേറ്ററിയും മിഡിലും ഇല്ല, ഞങ്ങൾ 10+2 ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കുട്ടികൾക്ക് അഡ്മിഷൻ ഡിനേ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ ഡിനേ ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരു പേരൻ്റൽ പ്രഷറും ഒരു സോഷ്യൽ പ്രഷറും ഗവൺമെൻറ്റിൻ്റെ മേൽ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നാച്ചുറലി ഉണ്ടാകുന്നു. അപ്പോൾ കാരണം ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നടപ്പാക്കാതിരിക്കുന്നത്. അങ്ങനെ നടപ്പാക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സ്കൂൾ തലത്തിലുള്ള പുള്ളിംഗ് സ്ട്രിങ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നാച്ചുറലി അവർക്ക് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ദേശീയ വിദ്യാഭ്യാസ നയം സ്വാഭാവികമായിട്ട് നടപ്പാക്കേണ്ട ഒരവസ്ഥ സംജാതമാകും എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ തലത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. ഈ സ്കൂളുകളിലേക്ക് നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളുകളിലെ വിദ്യാഭ്യാസവും നിർബന്ധിതമാക്കി. ഇപ്പോൾ ഇന്ത്യയിൽ 5 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിംഗ് നിർബന്ധമാണ്. നിർബന്ധവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നത് കുട്ടികൾക്ക് 3 വയസ്സ് തൊട്ട് സ്കൂളുകളിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. എന്തുകൊണ്ടാണ് 3 വയസ്സ് മുതൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലരും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ പൊതുസമൂഹത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം 3 വയസ്സിൽ കുട്ടി സ്കൂളിൽ നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ മൊത്തം ഡ്രോപ്പ് ഔട്ട് റേഷ്യോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ ചേരുന്ന കുട്ടി സ്കൂൾ മുഴുമിപ്പിക്കാതെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ. അതാണ് ഡ്രോപ്പ് ഔട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊഴിഞ്ഞുപോക്ക്, സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്. നമ്മുടെ ഇന്ത്യയിലെ കൊഴിഞ്ഞുപോക്ക് വളരെ വലുതാണ് എന്നുള്ളതാണ്. അതായത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 40% വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോവുകയാണ്. അതായത് 1,00,000 കുട്ടികൾ സ്കൂളിൽ ചേർന്നാൽ അതിലെ 60,000 കുട്ടികൾ മാത്രമാണ് സെക്കൻഡറിയിലേക്ക് പോകുന്നത്. 40,000 കുട്ടികൾ പൊഴിഞ്ഞു പോകണം. ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് ഒരു 5 വർഷം മുൻപുള്ള, ഒരു 10 വർഷം മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 40,000 കുട്ടികൾ എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാൽ ചിലപ്പം വീടുകളിൽ തന്നെ നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുജോലി ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടാവാം. നമുക്ക് അറിഞ്ഞുകൂടാ. 40,000 കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ 1,00,000 കാര്യമാണ് പറയുന്നത്. അപ്പം മൊത്തം ഇന്ത്യയുടെ കണക്കെടുത്ത് നോക്കി എത്ര പേരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാമല്ലോ നമുക്ക്. അത് എത്രയോ ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ 40% കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പെടുന്നുണ്ട്. അവർ എവിടെ പോകണമെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ മാപ്പിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമാകുക. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ മാപ്പിൽ നിന്ന് അവരെ കാണാനില്ല. പിന്നെ 40 ഇനി ഈ ബാക്കി നിൽക്കുന്ന 60% ആണല്ലോ ഈ ഹയർ സെക്കൻഡറിയിലുള്ളത്. അതിലെ വീണ്ടും 60% ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ കാണാനില്ല. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആകെ കാണാൻ സാധിക്കുന്നത് വെറും 27% പിള്ളേർ മാത്രമാണ് വിദ്യാഭ്യാസത്തിന് അർഹരായിട്ട് വിദ്യാഭ്യാസം ചെയ്യാനെത്തുന്നത്, ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ ഈ ബാക്കി പിള്ളേരെല്ലാം എവിടെ പോയി? ഈ പ്ലസ് ടു വരെ കഴിഞ്ഞതിന് ശേഷം 70% വരുന്ന 73% വരുന്ന ഇന്ത്യൻ കുഞ്ഞുങ്ങൾ പഠിക്കാതെ എവിടെ പോകണു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കൊഴിഞ്ഞു പോക്ക് ഉള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് അന്തർദേശീയ ഏജൻസികളായിട്ടുള്ള യുനെസ്കോ, യുനിസെഫ് അടക്കമുള്ള ഏജൻസികൾ നടത്തിയുള്ള പഠനങ്ങളിൽ നിന്ന്, അന്തർദേശീയ തലത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ആഗോള തലത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് കുഞ്ഞുങ്ങൾ കൊഴിഞ്ഞു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്കൂളിങ്ങിനെ കുറിച്ച് കൃത്യമായ ധാരണ ചെറിയ നാളുകളിൽ ലഭിക്കാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് 5 വയസ്സ് വരെ വീട്ടിൽ നമ്മൾ കളിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടടക്കും, എടുത്ത് നടക്കും, വളരെ കൊഞ്ചിക്കും ഒക്കെ. അതിന് ശേഷം 5-ാമത്തെ വയസ്സിൽ കൊണ്ട് ഈ പിന്നെ മുട്ടനാടിനെ അറക്കാൻ കൊണ്ടുപോകുന്ന പോലെ നേരെ കൊണ്ട് സ്കൂളിൽ, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ വലിയ ബഹളമായിരുന്നു സ്കൂളിൽ തിരിച്ചും മറിച്ച് വെച്ച ആളാണ് ഞാനൊക്കെ. 5 വയസ്സായപ്പോൾ നേരെ കൊണ്ട് 1-ാം ക്ലാസ്സിൽ ഇരുത്തുകയാണ്. അപ്പോൾ എങ്ങനെയും പൊഴിഞ്ഞു പോകാനുള്ള നമുക്ക് ഈ സ്കൂളിംഗ് പ്രക്രിയയോട് വലിയ ധാരണയില്ല. അതേസമയം 3-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിയെ ഒരു സ്കൂളല്ല കളിക്കാനൊക്കെയുള്ള ഒരു പൊതു ഇടത്തിലേക്ക്, വീടെന്ന് പറയുന്ന സ്വകാര്യ ഇടത്തിൽ നിന്ന് ഒരു പൊതു ഇടത്തിലേക്ക് കുട്ടിയെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് പറിച്ച് നട്ടാൽ, അത് മുഴുവൻ വേണ്ട, രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ അല്ല അത് ഉദ്ദേശിക്കുന്നത്, രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയെങ്കിലും ഒന്ന് കൊണ്ടിരുത്തുക, അല്ലെങ്കിൽ ഒരു 1 മണി വരെയെങ്കിലും ഒന്ന് കൊണ്ടിരുത്തിയാൽ
കിട്ടിയാൽ ഈ കുട്ടിക്ക് പൊതു ഇടങ്ങളെ പരിചയപ്പെടാനുള്ള ഒരു സാധ്യത വളരെ വലുതായിട്ട് ലഭിക്കുന്നു. ഇങ്ങനെ പൊതു ഇടങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾ പൊതു ഇടങ്ങളിൽ കൂടുതൽ സുരക്ഷിതരായിട്ടും കൂടുതൽ സെക്യൂർഡ് ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ യുനെസ്കോയുടെ പഠനങ്ങൾ കാണിക്കുന്നത് ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത തുലോം കുറവാണെന്നുള്ളതാണ്. 99% അവർ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യും, അവർ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 3 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളെ പൊതു ഇടങ്ങളിൽ, ഇപ്പം ഇതിനെ നിങ്ങൾ സ്കൂളെന്നൊന്നും വിളിക്കണം നിർബന്ധമില്ല, പൊതു സ്ഥലത്തേക്ക് മറ്റുള്ള വീട്ടിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും ചിലപ്പം കളിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ കുട്ടികൾ ആ രീതിയിലൊരു വികാസത്തിലേക്ക് വന്നെത്തും എന്നുള്ള അന്തർദേശീയ പഠനങ്ങളുടെ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ നമ്മൾ നിർബന്ധമായിട്ട് NEP 2020 മുൻപോട്ട് വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ക്ലസ്റ്റർ കോളേജുകൾ എന്ന് പറയുന്ന ആശയം. അതായത് നമ്മുടെ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന കോളേജുകളെ ഒരുമിച്ച് യോജിപ്പിച്ചാൽ ചിലപ്പോൾ ആ കോളേജുകളുടെ റിസോഴ്സസ് പിന്നെ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഈ തിരുവനന്തപുരത്തെ ഒരു കോളേജിലുള്ള ബുക്ക് മറ്റൊരു കോളേജിൽ ഉണ്ടാവില്ല ഒരു പക്ഷേ. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഈ ബുക്ക് നോക്കാനാണെങ്കിൽ സാധിക്കുകയില്ല. അതേസമയം ഈ കോളേജുകൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയായാൽ ഇവിടുത്തെ കുട്ടികൾക്ക് പോയി അവിടുത്തെ ബുക്ക് നോക്കാം, അവിടുത്തെ കുട്ടികൾക്ക് ഇവിടുത്തെ ബുക്ക് നോക്കാം, ലാബ് യൂസ് ചെയ്യാം. ഇപ്പോൾ ചില കോളേജുകളിലൊക്കെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അറിയാമല്ലോ, ഒരു കോളേജിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാഷില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാഷില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാഷിനെ അടുത്ത ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുവരെ പിള്ളേർക്ക് പഠിപ്പിക്കാൻ ചിലപ്പം വല്ലപ്പോഴും വന്നു പോകുന്ന ഗസ്റ്റ് ലെക്ചർ അങ്ങനെയുള്ള വേക്കൻസികളൊക്കെ ഉണ്ടാവുള്ളൂ. അതേസമയം ക്ലസ്റ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള ക്ലസ്റ്ററിൻ്റെ കോമൺ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് നിയോഗിച്ച് അങ്ങനെ പഠിപ്പിക്കാനുള്ള സാധ്യത ലഭ്യമാകും എന്നുള്ളതാണ് ക്ലസ്റ്റർ. ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇതുപോലെ എല്ലാ വിഭവങ്ങളും ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ക്ലസ്റ്റർ സംവിധാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഈ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റികളും ക്ലസ്റ്റർ കോളേജുകളും വരുന്നതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വിഭവങ്ങളുടെ ഷെയറിംഗ് ആണ് എന്നുള്ളതാണ്. കാശ്മീർ പോലെയുള്ള സ്ഥലത്ത്, കാശ്മീരിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നമ്മളിപ്പം നമ്മുടെ ശ്രദ്ധ ആകർഷിച്ച് നിൽക്കുകയാണ്. 2016 തന്നെ അവർ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് 6-7 കോളേജുകൾ ഒരുമിച്ച് ചേർന്നിട്ട് സ്വയം ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുക. അതിൻ്റെ പേര് ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ജമ്മുവിലും അതുപോലെ തന്നെ കാശ്മീരിലും രണ്ടിടത്തും അവർ ഈ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫലപ്രദമായിട്ട് ആ യൂണിവേഴ്സിറ്റികൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ സിറ്റുവേഷൻ കുറച്ച് ഡിഫറൻറ്റാണ്. കേരളത്തിലെ ക്ലസ്റ്റർ സംവിധാനം വന്നാൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ജാക്ക് ഗൂഡി അതുപോലെ തന്നെ കാതലിൻ ഗഫ് ഇവരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമുണ്ട്, ലിറ്ററസീസ് ഇൻ ഗ്ലോബൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ട്രഡീഷണൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിലവർ പറയുന്നത് കേരളത്തെക്കുറിച്ച് ഒരു വിഭാവനം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് 100% സാക്ഷരത വന്നത് എന്ന് ചോദിച്ചാൽ അതിന് ജാക്ക് ഗൂഡിയുടെ ഒക്കെ ഉത്തരം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കേരളത്തിൽ ഇതുവരെ കേട്ട് പരിചയമുള്ള കേരളത്തിൻ്റെ പഴമയുടെയും ഗരിമയുടെയും ഒന്നും ഉത്തരമല്ല അത്. ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു തരത്തിലുള്ള ഉത്തരവാണ്. ജാക്ക് ഗൂഡിയും കാത്തലിൻ ഗഫും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിന് മുൻപൊക്കെ തൊട്ട് തന്നെ, അതായത് 10-ാം നൂറ്റാണ്ടിനൊക്കെ മുൻപ് തൊട്ട് തന്നെ ഈ അറേബ്യൻ വ്യാപാരികളുമായിട്ടുമൊക്കെ തന്നെ വ്യാപാരങ്ങളുണ്ടായിട്ടുണ്ട്. ഈവൻ 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ വ്യാപാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അപ്പോൾ അവർ അറബികൾ ചെറിയ കപ്പലുകളിൽ ഇവിടെ വരും, കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ട് കൊടുത്ത് അത്തറോ അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങളോ ഇവിടുന്ന് കുരുമുളകും കാപ്പിയും കയറ്റിക്കൊണ്ട് അപ്പുറത്തോട്ട് പോകും. അങ്ങനെയുള്ള വ്യാപാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യാപാരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ, നമ്മൾ ഇന്നിപ്പോൾ രാവിലെ തിരുവനന്തപുരത്തു നിന്ന് കയറി എറണാകുളത്ത് പോയി ആഹാരം കഴിച്ച് അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് തിരിച്ച് വൈകുന്നേരം അതേ വന്ദേ ഭാരത് ട്രെയിനിൽ തിരിച്ചു വരുന്ന അവസ്ഥയല്ല, അല്ലെങ്കിൽ നമ്മൾ കേരളയിൽ വന്നാലുണ്ടാവുന്ന ഒരവസ്ഥയല്ല. മറിച്ച് അറേബ്യയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മിനിമം 3 മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ഈ കപ്പലെന്നോ ബോട്ടെന്നൊക്കെ പറയുന്നത്. ഇനി വാസ്കോഡ ഗാമയുടെ കാര്യം എടുത്തു നോക്കി. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നിട്ട് ഒരു വരവ് വന്നാൽ പിന്നെ 2 വർഷം നിന്നിട്ടേ പോകുള്ളൂ, അല്ലെങ്കിൽ 3 വർഷം നിന്നിട്ടേ പോകുള്ളൂ. കാരണം അങ്ങനെ വന്നിട്ട് രാവിലെ വന്നിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ പോർച്ചുഗീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിവിടെ വരുമ്പോൾ ഇവർക്കിവിടെ താമസിക്കാൻ സൗകര്യം വേണം. ഈ വിദേശികൾ വരുമ്പോൾ വിദേശികൾക്ക് താമസിക്കാൻ സൗകര്യം വേണം.
താമസിക്കാൻ മാത്രം സൗകര്യം പോലെ ഈ ശേഖരിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം വേണം. അപ്പോൾ വരുന്ന ചോദ്യങ്ങളാണ്, താമസിക്കാൻ സൗകര്യം വേണം, ആര് സ്ഥലം കൊടുക്കും? നമ്മുടെ ഇവിടെ തന്നെയുള്ള ആൾക്കാർ, മുതലാളികൾ, വ്യാപാരികൾ അല്ലെങ്കിൽ ഭൂ ഉടമകൾ അവരുടെ സ്ഥലത്ത് ചില ടെൻ്റൊക്കെ അടിച്ചോ അല്ലെങ്കിൽ കുടിലോ കെട്ടിയോ ചിലപ്പോൾ താമസിക്കാനുള്ള സ്ഥലം കൊടുക്കും. അപ്പോൾ അതിന് ചെറിയ വാടക വാങ്ങും. തറവാടക എന്നോ ഒക്കെ നമ്മുടെ പഴയ യൂസ് ചെയ്യുന്ന തറവാടക വാങ്ങും. ഈ തറവാടക മാത്രം വാങ്ങിയാൽ പോരാ, ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് എഴുതി വെക്കണം. അതുപോലെ തന്നെ കണക്ക് എഴുതണം. അപ്പോൾ അതുകൊണ്ട് ചരിത്രാതീത കാലം തൊട്ട് തന്നെ കേരളീയർക്ക് കണക്ക് എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ ഈ കാര്യങ്ങൾ ഇപ്പോൾ കോൺട്രാക്റ്റുകൾ എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് മലയാളികൾ വലിയൊരു കാലഘട്ടം മുൻപ് തൊട്ട് തന്നെ അക്ഷരങ്ങളോട് പൊരുത്തപ്പെട്ടവരാണ്. ഈ പൊരുത്തപ്പെടലാണ് പിന്നീട് 100% സാക്ഷരതയൊക്കെ ആയിട്ട് നമ്മൾ പിന്നീട് കൊട്ടിഘോഷിക്കുന്നതെന്നുള്ളതാണ് വാസ്തവം. ഇനി ഇതിന് വിരുദ്ധമായിട്ടുള്ളൊരു ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം മനസ്സിലാക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇനി നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യം എടുത്തു. നോർത്ത് ഇന്ത്യൻസ് സാക്ഷരതയിലൊക്കെ വളരെ പുറകോട്ടാണ്. ആയിരുന്നു, ഇപ്പം മുൻപോട്ട് വരുന്നുണ്ട്. വളരെ പുറകോട്ടായിരുന്നു. കേരളവുമായിട്ടൊക്കെ കമ്പയർ വളരെ പുറകോട്ടാണ്. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വൈദേശിക ബന്ധം കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നോർത്ത് ഇന്ത്യയുടെ വൈദേശിക ബന്ധം കച്ചവടമല്ല, ആക്രമണമാണ്. വൈദേശിക ആക്രമണങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം യുവാക്കളുടെ കയ്യിലേക്ക് ഇവരെടുത്തു കൊടുത്തത് വാളും കുന്തവുമാണ്. മറിച്ച് കേരളീയ സമൂഹം യുവതലമുറയുടെ കയ്യിലേക്കും അവരവരുടെ കയ്യിലേക്കും വേണ്ടിയത് പേനയാണ്. അതിനെ എഴുതി സൂക്ഷിക്കണം, കോൺട്രാക്ട് എഴുതണം, കണക്ക് എഴുതണം, അങ്ങനെ പല കാര്യങ്ങളും എഴുതണം. അതുകൊണ്ട് പേന കേരളത്തിൽ സൂക്ഷിക്കാൻ, കയ്യിൽ പിടിക്കാനുള്ള അവസരം ലഭ്യമായപ്പോൾ നോർത്ത് ഇന്ത്യൻ ജനസമൂഹത്തിന് പേന പിടിക്കാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവസരമുണ്ടായിരുന്നില്ല. മറിച്ച് പേനായ്ക്ക് പകരം വാളും കുന്തവും പിടിക്കേണ്ട അവസ്ഥ. കാരണം ഏത് നിമിഷമാണ് ഒരു വിദേശ ആക്രമണകാരി തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നതെന്നും തൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതെന്നും ഒന്നും അറിയാത്ത അരക്ഷിതാവസ്ഥയിൽ ജീവിച്ച ഒരു നോർത്ത് ഇന്ത്യൻ സമൂഹത്തിന് സാക്ഷരത അത്ര വലിയൊരു സ്വപ്നമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ അങ്ങനെ രൂപപ്പെട്ടു വന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുന്നത്, പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ കാര്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ റാണി ഗൗരി പാർവതിഭായ് 1817 തന്നെ പറഞ്ഞു, സമ്പൂർണ്ണ സൗജന്യ വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. റാണി ഗൗരി പാർവതിഭായിയുടെ ഓർഡറാണ്. അതുപോലെ തന്നെ നീട്ടെന്നാണ് അതിന് പറയാം. അതുപോലെ തന്നെ CMS കോളേജിന് വേണ്ടിയിട്ട് എത്ര പറയുന്നത്, 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവാദങ്ങളിൽ തന്നെ കോട്ടയത്തെ CMS കോളേജിന് വേണ്ടിയിട്ട് 1818 മറ്റോ റാണി ഗൗരി പാർവതിഭായ് കൊടുത്ത എമൗണ്ട് എത്രയാണെന്നറിയോ? 20,000 രൂപ. അന്നത്തെ കണക്ക് 20,000 ഉറുപ്പികയാണ് അന്നത്തെ കാലത്ത് കൊടുത്തത്. അന്നത്തെ 20,000 ഉറുപ്പികയ്ക്ക് എത്ര രൂപ വിലയുണ്ടാവും ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ 20,000 ഉറുപ്പിക കൊടുത്ത ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് കൊടുത്ത ആ പണത്തിൽ നിന്നാണ് കോട്ടയം CMS കോളേജ് ഉണ്ടായിരിക്കുന്നത്. റാണി ഗൗരി പാർവതിഭായുടെ ഫസ്റ്റ് ഗ്രാൻഡാണത്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഗ്രാൻഡാണത്. ഞാൻ ലോകത്തിലെ മുഴുവൻ ഗ്രാൻഡുകളുടെ ചരിത്രം പരിശോധിച്ച ഒരാളാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത്, ബ്രിട്ടനിലെ വെയിൽസിലേക്ക് അവിടെ ബ്രിട്ടീഷ് രാജ്ഞി കൊടുത്തിരിക്കുന്ന ഗ്രാൻഡ് പോലും പിന്നെ 1850-കൾക്ക് ശേഷമാണ്. അതിനു മുൻപ് ഇവിടെ കേരളത്തിൽ വിദ്യാഭ്യാസ ഗ്രാൻഡ് നൽകപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അത്രയും വിദ്യാഭ്യാസ പുരോഗമനാവസ്ഥ കേരളത്തിന് അന്നുണ്ടായിരുന്നു. റാണി ഗൗരി പാർവതിഭായ് പേരുള്ള ആൾക്കാരൊക്കെ അതൊക്കെ മുൻപോട്ട് വെച്ചിരുന്നതാണ്. അപ്പം നമ്മൾ കാണാൻ സാധിക്കുന്നത്, അതിനുശേഷം പിന്നീട് കേരളത്തിൽ വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്വത്വാധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഈ ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ സമുദായങ്ങളും അന്ന് ഈ എന്താ പറയുന്നത്, ദ ഡിക്ലൈൻ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന് പറയുന്ന പുസ്തകത്തിൽ റോബിൻ ജെഫ്രി പറയുന്നുണ്ട്, കോട്ടയത്തെ നസ്രാണികളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്. നായന്മാരുടെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയാണ്. ഈഴവരുടെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിയിൽ കയറി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ജോലിയാണ് എല്ലാ വിഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചിട്ട് റോബിൻ ജെഫ്രിയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ ജോലി വാങ്ങുന്നതിന് വേണ്ടി ഇവർ കണ്ട ഏറ്റവും നല്ല മാർഗ്ഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നായന്മാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, ഈഴവർ സ്ഥാപിച്ചു, ക്രിസ്ത്യൻസ് സ്ഥാപിച്ചു, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ ഒരു സ്വത്വാധിഷ്ഠിത വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു വന്നു. ഈ കേരളത്തിലെ സ്വത്വാധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രൂപപ്പെടൽ പിന്നീട് വരുന്നത് ഈ NEP 2020 പോലെയുള്ള ക്ലസ്റ്റർ സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ ചില്ലറ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കരമന NSS കോളേജും ചെമ്പഴന്തി SN കോളേജും
അതുപോലെ തന്നെ മാറിവാനിയസ് കോളേജും, ഈ 3 കോളേജുകളും കൂടെ ചിലപ്പോൾ ഒരു ക്ലസ്റ്ററായി എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീട് വരുന്ന ക്ലസ്റ്റർ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടത്തുന്ന ക്ലസ്റ്ററിലേക്കാണ്, അല്ലാതെ കോളേജിലേക്കല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിഭാവനം ചെയ്യേണ്ട ഒരു ഇൻ്റർവ്യൂ ബോർഡ്, ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്യാനുള്ള ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞാൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും ബസേലിയസ് തിരുമേനിയും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥ നമുക്കൊന്ന് വിഭാവനം ചെയ്താൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ക്ലസ്റ്റർ സിസ്റ്റം നമ്മൾ കേരളത്തിൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് റിസോൾവ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വളരെ കാര്യമായിട്ട് ആരംഭിക്കാത്തടത്തോളം കാലം നമ്മുടെ ഈ NEP 2020 മുൻപോട്ട് വയ്ക്കുന്ന അഫിലിയേഷൻ സിസ്റ്റം, യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റഡ് കോളേജുകളാവാൻ പാടില്ല. അതായത് 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായിരുന്ന സംവിധാനമാണ്, അത് US പോലും ഇല്ലായിരുന്നു, UK മാത്രം ഉണ്ടായിരുന്ന സംവിധാനമാണ് ഈ അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം. അത് മാറിയേ പറ്റുള്ളൂ എന്നുള്ള NEP 2020 പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ് മുൻപോട്ട് വയ്ക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് ക്ലസ്റ്റർ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറുന്നതിന് ഉള്ള പുതിയ സംവിധാനങ്ങൾ, പുതിയ രീതിശാസ്ത്രങ്ങൾ നമ്മൾ കേരളത്തിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എനിക്ക് ഒത്തിരി നീട്ടുന്നില്ല, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് അറിയാം, ഈ NEP 2020 മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്ക് മുൻപോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് മെൻറ്ററിങ് സർവകലാശാലകൾ സർവകലാശാലകൾ മെൻറ്ററിങ് സംവിധാനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റി സമ്പ്രദായം അല്ലെങ്കിൽ ക്ലസ്റ്റർ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ കോളേജുകളെ ഗ്രേഡഡ് ഓട്ടോണമി വഴി ഓട്ടോണമസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ. കോളേജുകളെ ഓട്ടോണമസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രേഡഡ് ഓട്ടോണമി എന്ന് പറയുന്ന ആശയമാണ് NEP 2020 മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 2030 കൂടിയിട്ട് അഫിലിയേറ്റഡ് കോളേജുകൾ ഇല്ലാതാവുകയും പിന്നെ ഒന്നുകിൽ ഓട്ടോണമസ് കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ എന്നുള്ള നിലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയും വേണം എന്നുള്ളതാണ്. അതിൽ സർവകലാശാലകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം 2030 തങ്ങളുടെ അഫിലിയേറ്റഡ് കോളേജുകളെ മെൻറ്റർ ചെയ്ത് ഒന്നുകിൽ ഓട്ടോണമസ് കോളേജുകളാക്കിയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സർവകലാശാല ആക്കിയിട്ടോ മാറ്റുന്നതിനുള്ള മെൻറ്ററിങ് സർവകലാശാലകൾ കൊടുക്കണം എന്നുള്ളതാണ് NEP 2020 മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിർദ്ദേശം ഫലപ്രദമായി നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ അവരുടെ കീഴിലുള്ള കോളേജുകളുടെ ഓട്ടോണമിയിലേക്കുള്ള പരിവർത്തനത്തിനുള്ള പാത എത്രമാത്രം, അല്ലെങ്കിൽ സർവകലാശാലകളായി സ്വയം മാറുന്നതിനുള്ള പാത എത്രമാത്രം പിന്നെ കൃത്യമായി അവരെ മാർഗനിർദ്ദേശങ്ങൾ നൽകി മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം മറ്റു പല നിർദ്ദേശങ്ങളുമുണ്ട്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അടക്കമുള്ള മറ്റു പല നിർദ്ദേശങ്ങളുമുണ്ട്. ഭാഷയെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള പിന്നെ എന്താ പറയുന്നത് നിർദ്ദേശങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള അവസരം കുറവാണ്. മാത്രവുമല്ല നമ്മുടെ ഉദ്ഘാടക പ്രസംഗൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ട് നിർത്തുകയാണ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.